ഹലോ ജിക്കി. വഹിക്കുന്ന ബഹുമാനപ്പെട്ട കോട്ടയം നിയമങ്ങളോട് അലിഞ്ഞു ചേർന്ന ഒരു ദിനമാണ് നമ്മൾ ഈ ഗാന്ധിജിയായ ശ്രീ വി എൻ വാസവൻ അവരുകളാണ് ദിന സന്ദേശം നൽകുന്നതിനായി ബൂത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. മുസ്ലിം മൈത്രിക്ക് വേണ്ടി കുടിലുകളായ കുടിലുകളുമില്ല. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനമാണ്. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടി സാമ്രാജ്യത്വ വിരുദ്ധ സമരമുഖങ്ങളിലെ എണ്ണിയാലൊടുങ്ങാത്ത തീക്ഷ്ണമായ പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ആ ധീരദേശാഭിമാനി രാഷ്ട്രപിതാവായി നാം അംഗീകരിച്ചു. രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം നാം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ രാഷ്ട്രപിതാവിനെ 1948 ജനുവരി 30 ബിർള ഹൗസിൽ വെടിവെച്ച് ഉൾപ്പെടുത്തിയ രക്തദാഹിയായ നഥുറാംബിരായ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിച്ച് ആരാധിക്കുന്ന രൂപത്തിലേക്ക് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില കേന്ദ്രങ്ങൾ വരുന്നു എന്നത് വേദനാജനകവും നമ്മളെല്ലാം വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. സമാന കാലഘട്ടത്തിൽ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം കാക്ഷിക്കാൻ വേണ്ടിയുള്ള സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സന്ദേശമാണ് ഉയരുന്നത്. ആ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആരെങ്കിലും കടക്കൽ കത്തിവെക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ നിശ്ചയമായും അതിനെതിരായി അതിശക്തമായ പ്രതിഷേധം വളർന്നു വരുന്ന സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ജനാധിപത്യം ധ്വംസിക്കപ്പെട്ടുകൂടാ. രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ വിഭാവനം ചെയ്യുന്നു വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാർ. ആ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമായിരിക്കണം എന്ന് 1949 ജനുവരി 26 അംഗീകരിച്ച ആ ഭരണഘടന വിഭാവനം ചെയ്യും. ആ ഭരണഘടനയെ പരിപാലനമാണ്. ആ ഭരണഘടനയെ വെല്ലുവിളിക്കാനോ ആ ഭരണഘടന അന്തസ്സത്തെ തകർക്കാനോ ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കാനോ ആരെയും അനുവദിച്ചുകൂടാ. അതാണ് ഗാന്ധി ദിനത്തിൽ നാം എടുക്കേണ്ട പ്രതിജ്ഞ. മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിലും ശാന്തിയിലും സമത്വത്തിലും നിലനിന്ന് പോകണമെന്നുണ്ട്. ഗാന്ധിജിയുടെ ആ അഹിംസയിൽ ഉറച്ചു നിന്നുള്ള ആ ജീവിത ശൈലിയും ആ മൂല്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കഴിയൂ. സംഘർഷം നിറഞ്ഞ ഈ ലോകത്തിൽ ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തിലും സഹവർത്തിത്വത്തിലും പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും എല്ലാം ജീവിക്കാൻ മാനവരാശിക്ക് കഴിയട്ടെ എന്നാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് പ്രിയമുള്ളവരെ ആ സന്ദേശമാണ് നമുക്ക് കൈമാറാനായിട്ട് കഴിയും. സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യമെന്ന് നമ്മൾ പാഠപുസ്തകങ്ങളിൽ വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ. സാക്ഷാൽ സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളെ ഭാരതത്തിലെ ജനങ്ങൾ നമ്മളുടെ കയ്യിലുള്ള രാസായുധം കൊണ്ടല്ല, നമ്മളുടെ കയ്യിലുള്ള ആയുധശക്തി കൊണ്ടല്ല, നമ്മുടെ മനഃശക്തി കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തി എന്നുള്ളത് ലോകം പഠിക്കുന്ന ഒന്നാം പാഠമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിൻ്റെ തലപ്പത്ത് നിന്ന മഹാത്മാഗാന്ധി ജീവിതത്തിൽ തീർത്തും ലളിതമായ രൂപത്തിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രധാന ദിനമായി ആചരിക്കുന്നതിന് തീരുമാനമെടുത്തു. ഊഷ്മളമായ ഓർമ്മകളാണ്. ഗാന്ധിജിയുടെ പ്രതിമ കൂടിയുണ്ട്. ഗാന്ധിജിയുടെ ചിന്തു നഗരസഭാ അധ്യക്ഷ ബഹുമാനപ്പെട്ട കോട്ടയം
MLA ശ്രീ തിരുവഞ്ചൂർ